topic we are going to learn about is ambiguity resolution by using statistical methods. Okay, നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ആണ് അല്ലേ. സോ നൗ വി ആർ ഡിസ്കസിങ് സം ബേസിക് ഫാക്ട്സ് അബൌട്ട് പ്രോബബിലിറ്റി തിയറി. ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് ഒന്നുകൂടി ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, സോ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു ഇവന്റ് നടക്കാനുള്ള ആ ഒരു ലൈക്ലിഹുഡിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദീസ് പ്രോബബിലിറ്റി വിൽ ബി ഡിഫൈൻഡ് ബൈ in terms of a random variable. Okay, and the value will be of this particular random variable will range over a predefined set of values. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു ഇവന്റിന്റെ ലൈക്ലിഹുഡിനെ പറയുന്ന ഇവന്റ് ഉണ്ടാവാനുള്ള ലൈക്ലിഹുഡിനെ പറയുന്നതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഹോഴ്സിന്റെ കാര്യം പറയുവാണ്. ഹോഴ്സ് ഹാരി എന്ന് പറയുന്ന ഒരു ഹോഴ്സ്. ആ ഹോഴ്സ് 100 റേസസ് അതിന്റെ കരിയറിൽ അത് ഓടിയെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഏതൊരു റേസ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ വിൻ ആയിരിക്കും അല്ലെങ്കിൽ ലൂസ് ആയിരിക്കും. അപ്പൊ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന റാൻഡം വേരിയബിൾ ആർ എന്ന് പറയുന്നത് ആ റേസിന്റെ റിസൾട്ട് ആണ്. ഓക്കെ, സോ അപ്പം വിൻ ഓർ ലൂസ് എന്നുള്ളതായിരിക്കും അതിന്റെ പ്രീഡിഫൈൻഡ് സെറ്റ് ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത്. സോ അപ്പൊ നമ്മൾ പറയുന്നു ഹാരി മൊത്തത്തില് 100 റേസ് ഓടി, അതില് 20 എണ്ണം അത് ഓവറോൾ പാസ്സായി. ഓക്കെ, അല്ലെങ്കിൽ വിൻ ചെയ്തു എന്ന് പറയുവാണെങ്കിൽ thus we can define the probability of Harry winning the race will be probability of R equal to win which is equal to 0.2. 0.2 എങ്ങനെയാണ് കിട്ടുന്നത്? 20 ഡിവൈഡഡ് ബൈ 100 അല്ലെ, അങ്ങനെയാണ് നമുക്ക് 0.2 പ്രോബബിലിറ്റി ആയിട്ട് കിട്ടുന്നത്. ദെൻ അതുപോലെ തന്നെ ലൂസിംഗിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് R ഈക്വൽ ടു ലൂസ് ഈക്വൽ ടു 0.8. അപ്പോൾ ഈ രണ്ട് വാല്യൂസിലൂടെ വി ക്യാൻ സാറ്റിസ്ഫൈ ദ 3 കൺസ്ട്രെയിൻസ് ജസ്റ്റ് വി ഹാവ് ഡിഫൈൻഡ് ഹിയർ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോബബിലിറ്റി തിയറി എന്ന് പറയുന്നത്. ദെൻ ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലേക്ക് വേറൊരു റാൻഡം വേരിയബിളും കൂടി ചേർക്കുകയാണ്. അതിൽ വെതർ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യുന്ന ഒരു റാൻഡം വേരിയബിൾ ആണ് വിച്ച് ഗീവ്സ് ദ വാല്യൂ റെയിൻ ആൻഡ് ഷൈൻ. ഓക്കെ, അപ്പോൾ അപ്പൊ നമ്മളിവിടെ വെതറും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് ആ വെതറിൽ എത്ര തവണ റേസ് വിൻ ചെയ്തു, ലൂസ് ചെയ്തു, ഇങ്ങനെയുള്ള കേസാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ അപ്പോൾ എക്സാമ്പിൾ, ഇറ്റ് വാസ് റെയിനിങ് 30 times ഔട്ട് ഓഫ് ദ 100 times ദ റേസ് വാസ് റൺ. ഓക്കെ, 100 റേസ് ആ ഹാരി ഓടി എന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ 100 എണ്ണത്തിൽ 30 തവണ ഓടിയ സമയത്ത് റെയിനിങ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓഫ് ദീസ് 30 റേസസ് ഹാരി വൺ 15 times. ആ 30 തവണയിൽ ഹാരി 15 തവണയാണ് വിൻ ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം 15 തവണ വിൻ ചെയ്ത സമയത്ത് റെയിനിങ് ആയിരുന്നു. ബാക്കി 5 അല്ലെ, ഇപ്പൊ 20 ആണ് ടോട്ടൽ ടൈംസ് അത് വിൻ ചെയ്തത്. അപ്പൊ ബാക്കി 5 എന്ന് പറയുന്നത് ഷൈൻ സീസൺ ആയിരുന്നു. ഓക്കെ, സോ അപ്പം പ്രോബബിലിറ്റി, ഇവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വെതർ റെയിനും കൂടി ആയിരിക്കുന്ന പ്രോബബിലിറ്റി എന്ന് പറയുന്നത് R ഈക്വൽ ടു വിൻ ആണെങ്കിൽ വുഡ് ബി 0.5 വിച്ച് ഇസ് 15 ഔട്ട് ഓഫ് 30. സോ ദിസ് ഇൻറ്റ്യൂഷൻ ഈസ് ക്യാപ്ചർഡ് ബൈ ദി കൺസെപ്റ്റ് ഓഫ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. അപ്പൊ ഇതിനെയാണ് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ആ കണ്ടീഷണൽ പ്രോബബിലിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്, പ്രോബബിലിറ്റി ഓഫ് വിൻ ബൈ റെയിൻ. ഓക്കെ, സോ ഈ പ്രോബബിലിറ്റി തിയറത്തിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് തിയറമാണ് ബേസ് തിയറം എന്ന് പറയുന്നത്. ദിസ് റൂൾസ് റിലേറ്റ്സ് ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് അൻ ഇവന്റ് എ ഗിവൺ ബി ടു ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. അപ്പൊ അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. ഓക്കെ, അപ്പൊ നമുക്ക് റെയിൻ ആയിരുന്ന സമയത്ത് വിൻ ചെയ്ത റേസസിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള അത് നമുക്ക് ഈ ബേസ് തിയർ അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. സോ വിച്ച് ഇസ് 0.75. ഓക്കെ, സോ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യുന്നത് യൂസിങ് ബേസ് റൂൾ. ഇനി നമുക്ക് എസ്റ്റിമേറ്റിംഗ് പ്രോബബിലിറ്റീസ്, ഹൗ വി ആർ എസ്റ്റിമേറ്റിംഗ് ദ പ്രോബബിലിറ്റീസ്. ഓക്കെ, സോ വി ക്യാൻ യൂസ് ദ പ്രോബബിലിറ്റി ടു പ്രെഡിക്റ്റ് ഫ്യൂച്ചർ ബിഹേവിയർ. ഫ്യൂച്ചർ ബിഹേവിയർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഈ പ്രോബബിലിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ.
അവിടെയാണ് നമുക്ക് ഇതിന്റെ NLP ആപ്ലിക്കേഷൻ വരുന്നത്. സോ ഡേറ്റ ഓൺ പ്രീവിയസ് സെന്റൻസസ് ആർ യൂസ് ടു predict the interpretation of next sentences. So here is the probability, here is the advantage of probability in our NLP. സോ നമുക്ക് പ്രീവിയസ് സെന്റൻസിനകത്ത് തന്നിരിക്കുന്ന ഡേറ്റയെ ബേസ് ചെയ്തിട്ട് നെക്സ്റ്റ് സെന്റൻസ് എങ്ങനെയായിരിക്കും എന്ന് വി ക്യാൻ പ്രെഡിക്ട് ദ ഇന്റർപ്രിട്ടേഷൻ. ഓക്കെ, അതാണ് എസ്റ്റിമേറ്റിംഗ് പ്രോബബിലിറ്റീസ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഒരു വേർഡ് ഫ്ലൈസ് എന്ന് പറയുന്ന ഒരു വേർഡ് 1000 ടൈംസ് നമ്മൾ ബിഫോർ യൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. അതിൽ 600 ടൈംസ് അത് വെർബായിട്ടാണ് യൂസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ അസ്യൂം ദ പ്രോബബിലിറ്റി ഓഫ് ഫ്ലൈസ് വേർഡ് ആസ് വെർബ് ഈസ് 0.6 and use that to guide our guess with the 1000 first case. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് 1000 കേസ് കൺസിഡർ ചെയ്യുമ്പോൾ വെർബായിട്ട് ഫ്ലൈസ് അപ്ലൈ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് 0.6 ആണ്, പ്രോബബിലിറ്റി 0.6 ആണ്. ദെൻ ഈ 0.6 യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് 1000 ഫസ്റ്റ് കേസിൽ ഇത് വെർബായിട്ട് തന്നെ വരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് വി ക്യാൻ പ്രെഡിക്റ്റ്. ഓക്കെ, അതാണ് estimating the probabilities. So this simple ratio estimate is called the maximum likelihood estimator. Okay, so ഇതാണ് നമ്മുടെ ഇവിടുത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പം നമ്മളൊരു കോയിൻ എടുത്തിട്ട് ആ കോയിനിന്റെ 2 ഫ്ലിപ്സ് നമ്മൾ ചെയ്യുവാണ്. അപ്പൊ ആ 2 ഫ്ലിപ്സ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു പോസിബിലിറ്റി എങ്ങനെയാണെന്നുള്ളത്, ഒരു ഫ്ലിപ്പ് ചെയ്തു വീണ്ടും ഒരു ഫ്ലിപ്പും കൂടി ചെയ്താൽ ഹെഡ് വരുന്ന പോസിബിലിറ്റി എന്ന് പറയുന്നത്, അതിന്റെ പ്രോബബിലിറ്റി ഓഫ് H എന്ന് പറയുന്നത് 1 ആണ്. പക്ഷെ അത് ഒരു അക്സെപ്റ്റബിൾ എസ്റ്റിമേറ്റ് അല്ല. ഓക്കെ, കാരണം ഒരു കോയിനിന് 2 വശങ്ങളേ ഉള്ളൂ. ഹെഡ് ആയിരുന്നു ഇപ്പോഴത്തെ വശമെങ്കിൽ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടെയിലായിട്ടേ മാറത്തുള്ളൂ. സോ അപ്പോൾ ഇതിന്റെ പ്രോബബിലിറ്റി 1 ആണെങ്കിൽ പോലും വി കാൺ ആക്സെപ്റ്റ് ദാറ്റ് എസ്റ്റിമേറ്റ്. ദെൻ ഹെഡ് വന്നിട്ട് ടെയിലിലേക്ക് പോകാനുള്ള പ്രോബബിലിറ്റി 0.5 ആണ്. ദാറ്റ് ഈസ് ആൻ അക്സെപ്റ്റബിൾ എസ്റ്റിമേറ്റ്. ദെൻ ടെയിൽ വന്നിട്ട് ഹെഡിലേക്ക് പോകാനുള്ള പ്രോബബിലിറ്റിയും 0.5 ആണ്. വി ക്യാൻ അക്സെപ്റ്റ് ദാറ്റ്. ബട്ട് ടെയിൽ വന്നിട്ട് ടെയിലിലേക്ക് തന്നെ നിൽക്കാനുള്ള പ്രോബബിലിറ്റി 0 ആണ്, വിച്ച് ഇസ് നോട്ട് അക്സെപ്റ്റബിൾ. ഓക്കെ, സോ അപ്പം ഓരോ രീതിയിൽ നമുക്ക് ഇതിന്റെ പ്രോബബിലിറ്റീസ് വി ക്യാൻ അഷ്വർ. So we can say the estimate is accurate enough if it falls between 0.25 to 0.75. അപ്പോൾ ഇവിടെ 0.5 വന്ന 2 കേസസ് ആണ് നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ട് വന്നിരിക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദ എസ്റ്റിമേറ്റ് ഈസ് ആക്യുറേറ്റ് ഇനഫ് ഇഫ് ഇറ്റ് ഫാൾസ് ബിറ്റ്വീൻ 0.25 ആൻഡ് 0.75. ഓക്കെ, സോ ഈ ഒരു റേഞ്ചിനെയാണ് നമ്മൾ അക്സെപ്റ്റബിൾ മാർജിൻ ഓഫ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പം ഇവിടെ ഇപ്പം 2 ട്രയൽ ചെയ്തപ്പോൾ നമുക്ക് 4 പോസിബിൾ ഔട്ട്കംസ് ആണ് വന്നത്. ഇതുപോലെ നമ്പർ ഓഫ് ട്രയൽസ് കൂടുന്നതിനനുസരിച്ച് പോസിബിൾ ഔട്ട്കംസും കൂടിക്കൊണ്ടിരിക്കും. സോ അപ്പം നമുക്ക് അക്സെപ്റ്റബിൾ മാർജിൻ ഓഫ് എററും അതനുസരിച്ച് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും. സോ ഇത് എന്ന് പറയുന്ന ആ ഒരു വേർഡ് നമുക്ക് ആർട്ടിക്കിൾ ആയിട്ട് വരാനുള്ള ആ ഒരു പ്രോബബിലിറ്റി എസ്റ്റിമേറ്റ് ചെയ്യുന്നത് കൗണ്ട് number of times that is an article divided by count number of times an article occurs. Okay, ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ആർട്ടിക്കിൾ ആയിട്ട് ദ വരാനുള്ള ചാൻസ് കൗണ്ട് ചെയ്യുന്നത്. To the other probability of art as the would give a very different value. So അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് the as an article the, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യുന്ന സമയത്ത് വിൽ ഗെറ്റ് ഡിഫറെൻറ്റ് വാല്യൂ ഫോർ ദീസ് 2 ഡിഫറെൻറ്റ് പ്രോബബിലിറ്റീസ്. ഓക്കെ, ദെൻ പ്രോബബിലിറ്റി ഫോർ വെർബ് ആഫ്റ്റർ നൗ. ഓക്കെ, നൗൺ കഴിഞ്ഞതിന് ശേഷം വെർബ് വരാനുള്ള പ്രോബബിലിറ്റി ഹൗ വി ക്യാൻ ഫൈൻഡ്. സോ probability of category equal to V. Here C stands for a category. So any word category will be V. C I minus 1 equal to N. The previous one will be N. അങ്ങനത്തെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വി ക്യാൻ എസ്റ്റിമേറ്റ് ബൈ യൂസിങ് കൗണ്ട് N at position I minus 1 and verb at I divided by count of N at position I minus 1. So അപ്പം പൊസിഷൻ I minus 1 N എത്ര തവണ വന്നു ആൻഡ് വെർബായിട്ട് ith പൊസിഷനിൽ വെർബ് എത്ര തവണ വന്നു ഡിവൈഡഡ് ബൈ കൗണ്ട് ഓഫ് N at position I minus 1. I minus 1 പൊസിഷനിൽ നൗൺ ആയിട്ട് എത്ര തവണ വന്നു. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഫോർ വെർബ് ആഫ്റ്റർ എ നൗൺ. So like this we can estimate all the probabilities of different words and all. So അപ്പോൾ ഫ്ലൈസ് എന്ന് പറയുന്ന വേർഡ് നമുക്ക് നൗൺ ആയിട്ട് യൂസ് ചെയ്തത് 21 ടൈംസ്, വെർബ് ആയിട്ട് യൂസ് ചെയ്തത് 23 ടൈംസ്, ടോട്ടൽ 44 ടൈംസ് അത് യൂസ് ചെയ്തു.
ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾ നൗൺ എത്ര തവണ യൂസ് ചെയ്തു, 833 ടൈംസ് നമ്മൾ നൗൺ യൂസ് ചെയ്തു. ആ 833 ടൈംസിൽ 21 ടൈംസും ഫ്ലൈസ് ആയിരുന്നു നൗണായിട്ട് വന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു വേർഡ് കൗണ്ട്സ് ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു കോർപ്പസിൽ നിന്നായിരിക്കും നമ്മൾ ആ ഒരു പ്രോബബിലിറ്റി എസ്റ്റിമേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ദ ആസ് ആർട്ടിക്കിൾ, ദ എന്നുള്ളത് ആർട്ടിക്കിൾ ആയിട്ട് വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ 300 ടൈംസ് ആണ് ദ ആർട്ടിക്കിൾ ആയിട്ട് വന്നിരിക്കുന്നത്, ഔട്ട് ഓഫ് 558 ടൈംസ്. ഓക്കെ, 558 ടൈംസ് ആണ് ആർട്ടിക്കിൾ ഒക്കർ ചെയ്തത്, അതിൽ 300 ടൈംസും ആർട്ടിക്കിൾ ദ ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.54 ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കോർപ്പസിൽ ഓരോ വേർഡിൻ്റെയും ഓരോ വേർഡും നമ്മൾ ആ കാറ്റഗറി അനുസരിച്ച് എത്ര തവണ നമ്മൾ യൂസ് ചെയ്തു എന്നുള്ളത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ഹൗ മച്ച് ടൈംസ് വി ഹാവ് യൂസ്ഡ് ദാറ്റ് any word as that particular category will be counted, and based on that we can find the probability for each and every word as that particular category. അപ്പോൾ അതനുസരിച്ച് we can generate the lexical probabilities. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ എസ്റ്റിമേറ്റിംഗ് ദി പ്രോബബിലിറ്റീസിനകത്ത് ചെയ്യുന്നത്. സോ ആ ഒരു എസ്റ്റിമേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് യൂസ് ചെയ്തുകൊണ്ട് ഒരു ബൈഗ്രാം പ്രോബബിലിറ്റി ഉണ്ടാക്കാം. ഓക്കെ, ബൈഗ്രാം പ്രോബബിലിറ്റി മീൻസ് ഇപ്പോൾ ആദ്യം നമുക്കൊരു ആർട്ടിക്കിൾ വന്നു, ആർട്ടിക്കിൾ വന്നതിന് ശേഷം നൗൺ വരാനുള്ള പ്രോബബിലിറ്റി എന്താണ്, നൗൺ വന്നതിന് ശേഷം വെർബ് വരാനുള്ള പ്രോബബിലിറ്റി എത്രയുണ്ട്, വെർബ് വന്നതിന് ശേഷം നൗൺ വരാനുള്ള പ്രോബബിലിറ്റി എത്രയുണ്ട്, ഇങ്ങനെ ഒരു സീക്വൻസ് ഓഫ് പ്രോബബിലിറ്റി വി ക്യാൻ എസ്റ്റിമേറ്റ്. ഓക്കെ, സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു എന്താണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യും ബേസ്ഡ് ഓൺ ദ എസ്റ്റിമേറ്റഡ് പ്രോബബിലിറ്റീസ്. സോ ദിസ് ടൈപ്പ് ഓഫ് representation is known as Markov chain. ഓക്കെ, ഇവിടെ നമ്മൾ ബൈഗ്രാം പ്രോബബിലിറ്റിയുടെ മാർക്കോവ് ചെയിൻ ആണ് ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്നത്. സോ അപ്പം ഇനിഷ്യലി യൂസിങ് നൾ വിൽ ബി ഗെറ്റിംഗ് സം വേർഡ്, ആൻഡ് വേർഡ് ആർട്ടിക്കിൾ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് 0.71 എന്ന് പറയുന്നത്. സ്റ്റാർട്ടിംഗ് വേർഡ് നൗൺ ആവാനുള്ള പ്രോബബിലിറ്റി 0.29 ആണ്. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ വന്നതിന് ശേഷം നൗൺ വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. നൗൺ വന്നിട്ട് വീണ്ടും ഒരു നൗൺ വരാനുള്ള പ്രോബബിലിറ്റി 0.13 ആണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ കാറ്റഗറിക്കും ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോബബിലിറ്റീസ് നമ്മൾ അസൈൻ ചെയ്തു. ഓക്കെ, ദെൻ ഇതിനകത്തുനിന്ന് വി ക്യാൻ എസ്റ്റിമേറ്റ് ദിസ് ആർട്ടിക്കിൾ വന്നതിന് ശേഷം നൗൺ. അപ്പൊ ആർട്ടിക്കിൾ വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.71 ആണ്, ഇൻറ്റു അതൊരു നൗൺ ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്, ഇൻറ്റു വെർബ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.43, ഇൻറ്റു നൗൺ ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.35. സോ ഫൈനലി ഈ ഒരു സീക്വൻസ് വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.107 ആണ്. ഓക്കെ, സോ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സീക്വൻസിന്റെ പ്രോബബിലിറ്റി എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. So in probability theory, this is often called the Markov assumption. ഇതിനെ നമ്മൾ മാർക്കോവ് അസംഷൻ എന്നാണ് പറയുന്നത്. ദെൻ ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ നെറ്റ്വർക്ക്സ് വരയ്ക്കാറുണ്ട്. ആ നെറ്റ്വർക്ക്സിനെ നമ്മൾ മാർക്കോവ് ചെയിൻസ് എന്നാണ് പറയുന്നത്. ഇതാണ് മാർക്കോവ് ചെയിൻസ്. ഓക്കെ, ഇത് നമുക്ക് ഇപ്പം നമ്മൾ ബൈഗ്രാം പ്രോബബിലിറ്റീസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഇത് 2 വേർഡ്സിനെയാണ് നമ്മൾ ബൈഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ 3 or 4 വേർഡ്സ് ഒക്കെ ചേർത്തുകൊണ്ട് നമുക്ക് ഇതിന്റെ പ്രോബബിലിറ്റീസ് എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള മാർക്കോവ് ചെയിൻ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് പ്രോബബിലിറ്റി എസ്റ്റിമേഷനിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഉള്ള പ്രോബബിലിറ്റി അപ്ലൈ ചെയ്തു വരുന്ന കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസിനെയാണ് നമ്മൾ പ്രോബബിലിസ്റ്റിക് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ സിഗ്മ പി എസ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതേസമയം ഒരു പ്രോബബിലിസ്റ്റിക് CFG ആകുമ്പോൾ അതൊരു 5 ടൈപ്പിലായിട്ട് മാറുന്നു. അതായത് ഓൾറെഡി ഉള്ള CFGയുടെ കൂടെ ഒരു ഡി എന്ന് പറയുന്ന ഒരു സെറ്റും കൂടി ആഡ് ആവുന്നുണ്ട്. സോ G ഈസ് ഈക്വൽ ടു എൻ സിഗ്മ പി എസ് ഡി. ഇവിടെ n എന്ന് പറയുന്നത് സെറ്റ് ഓഫ് നോൺ ടെർമിനൽ, സിഗ്മ ഇസ് ദി സെറ്റ് ഓഫ് ടെർമിനൽസ് വിച്ച് ഇസ് ഡിസ്ജോയിൻഡ് ഫ്രം n, and p is the set of productions, s is the start symbol. Then here what d is additional, and d gives the function assigning probabilities to each rule. ഓരോ റൂളിലും ഓക്കെ, നമ്മുടെ ഓരോ പ്രൊഡക്ഷനിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി അസൈൻ ചെയ്യാനുള്ള ഫംഗ്ഷൻ ആണ് നമ്മളിവിടെ ഡിയിൽ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത്. സോ ഇത് ആണ് നമ്മുടെ പ്രോബബിലിസ്റ്റിക് ഗ്രാമറിന് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു റൂൾ ഉണ്ട്, എസ് ഗിവിങ് NP VP എന്നുള്ള റൂള്. അപ്പോൾ LHS അതായത് എസ് വരാനുള്ള കൗണ്ടാണ്
ഈ 300 എന്ന് പറയുന്നത്. NP-VP വരാനുള്ള കൗണ്ട് എന്ന് പറയുന്നത് 300 ആണ്. അതായത് എപ്പോഴൊക്കെ S വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം തന്നെ നമുക്ക് വന്നിരിക്കുന്നത് NP-VP ആണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. സോ ദ പ്രോബബിലിറ്റി ഈസ് 1. ഓക്കെ, ദെൻ അഗെയിൻ VP ഗിവ്സ് V. വെർബ് ഫ്രേസ് വരാനുള്ള നമ്പർ ഓഫ് ടൈംസ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ വന്നിട്ടുള്ള ടൈംസ് എന്ന് പറയുന്നത് 300 ടൈംസ് ആണ്. അതിൽ വെർബായിട്ട് മാത്രം വന്നിരിക്കുന്നത് 116 ടൈംസ് ആണ്. സോ വി ക്യാൻ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ആസ് 0.386. സോ ലൈക്ക് ദിസ് വി ക്യാൻ assign probabilities for each and every rule in the CFG. Okay. Then after finding the probabilities, then we can derive the sentences. So if suppose we are taking a flower, okay, a flower എന്നുള്ള ഈ ഒരു ബൈഗ്രാം, ഈ ബൈഗ്രാം ഡെവലപ്പ് ചെയ്യാനുള്ളത് നമുക്ക് രണ്ട് പോസിബിൾ വേസ് ഉണ്ട് ഈ പറഞ്ഞ ഗ്രാമർ യൂസ് ചെയ്തുകൊണ്ട്. ഒന്നാമത്തെ പോസിബിൾ വേ എന്ന് പറയുന്നത് 8ാമത്തെ റൂൾ അപ്ലൈ ചെയ്യുക. NP gives ആർട്ടിക്കിൾ N എന്നുള്ള 8ാമത്തെ റൂള് അപ്ലൈ ചെയ്യുന്നു. സോ 8ാമത്തെ റൂൾ അപ്ലൈ ചെയ്ത് ഇതിന്റെ പാഴ്സ് ട്രീ ക്രിയേറ്റ് ചെയ്തു. ദെൻ അതുപോലെ തന്നെ 6th റൂള് അപ്ലൈ ചെയ്തും പാഴ്സ് ട്രീ ക്രിയേറ്റ് ചെയ്യാം, വിച്ച് ഇസ് NP gives N എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് രണ്ട് ടൈപ്പ് ഓഫ് ഡെറിവേഷൻസ് ആണ് നമുക്ക് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത് എ ഫ്ലവർ എന്നുള്ളതിന്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എ ഫ്ലവർ ആസ് എ നൗൺ ഫ്രേസ്, അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് റൂൾ 8 അപ്ലൈ ചെയ്ത് അത് നൗൺ ഫ്രേസ് ആവാനുള്ള പ്രോബബിലിറ്റി, അതിൽ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ആസ് ആർട്ടിക്കിൾ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഫ്ലവർ ആസ് നൗൺ പ്ലസ് probability of applying rule 6 as NP into probability of A as noun into probability of flower as N. Okay, so after calculating, we'll get the probability of a flower as noun phrase, which is 0.012. ഓക്കെ, സോ അപ്പം നമുക്ക് ഏതൊരു വേർഡ് ബൈഗ്രാം വേർഡ്സ് എടുത്താലും വി ക്യാൻ ഫൈൻഡ് ദ പ്രോബബിലിറ്റി. അപ്പോൾ ഇത് ഈ ഒരു പ്രോബബിലിറ്റി ബേസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഏതിനാണോ പ്രോബബിലിറ്റി വാല്യൂ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് ആ പ്രോബബിലിറ്റിയിലേക്ക് നമുക്ക് ആ ഒരു ഡെറിവേഷൻ അപ്ലൈ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ ആംബിഗിറ്റി റെസൊല്യൂഷൻ യൂസിങ് പ്രോബബിലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ആ പ്രോബബിലിറ്റിയെ ബേസ് ചെയ്ത് നമ്മൾ പോകുമ്പോഴത്തേനും വി ക്യാൻ റെഡ്യൂസ് ദ നമ്പർ ഓഫ് ബാക്ക് ട്രാക്കിംഗ് ഫോർ ഈച്ച് ആൻഡ് എവറി ഡെറിവേഷൻ. സോ വി ക്യാൻ മൂവ് ഓൺ ടു കറക്റ്റ് interpretation of the sentences based on the probability. Okay, that's the application of probability in our natural language processing. So up to this we'll be finishing the third module of NLP. Okay.